നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോലൊരു ചാൻസ് നമുക്ക് കിട്ടിയത്. എന്നാലേ അങ്ങനെ ഇപ്പൊ അമ്മ ജയിക്കാൻ നോക്കണ്ട. സേതുവേട്ടനെയും ഭരതേട്ടനെയും തമ്മില് ആജീവനാന്ത ശത്രുക്കളാക്കാനുള്ള അമ്മയുടെയും മണിമാമന്റെയും തീരുമാനം ഇന്നത്തോടെ ഞാൻ ഇല്ലാതാക്കും. ഇനി നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കില്ലായിരുന്നതീ. ശത്രുക്കളായിട്ട് രണ്ടു ഭാഗത്തു നിന്ന് എന്റെ ഏട്ടനും ഭരത്തും കൂടിയാ ഇപ്പൊ സേതുവിനെതിരെ പരാതി കൊടുക്കാൻ പോയിരിക്കുന്നത്. ഇതിനെയാ ദൈവഹിതമെന്ന് പറയുന്നത്. അതുകൊണ്ടേ മോള് പോയി മൊബൈലില് ഒരു സിനിമയൊക്കെ കണ്ട് റെസ്റ്റ് എടുക്ക. അപ്പോഴേക്കും അവരിങ്ങി വരും. ഇല്ലമ്മേ, ഞാനായിട്ട് തുടങ്ങി വെച്ച പ്രശ്നം ഞാനായിട്ട് തന്നെ തീർക്കാൻ പോവാ. മനസ്സിലായില്ല? അത് വഴിയേ മനസ്സിലായിക്കോളും. ഞാനിപ്പോ പോകുന്നത് എവിടേക്കാണെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ? ഭരതേട്ടന്റെ വീട്ടിലേക്കാ. എവിടേക്ക്? ഭരതേട്ടന്റെ വീട്ടിലേക്ക്. ഈ കേസിനൊരു തീർപ്പുണ്ടാക്കിയിട്ടേ ഞാൻ മടങ്ങി വരൂ. പിന്നെ ഇതിന്റെ പേരിൽ എന്നെ തിരക്കി ഭരതേട്ടനോ അമ്മയോ അവിടേക്ക് വന്ന പിന്നെ എന്നെ ജീവനോടെ കണ്ടെന്ന് വരില്ല. അരുന്ധതി, നിക്ക്. ഭരത്തിനെ വിളിച്ച് പറഞ്ഞാലോ? അത് വേണ്ട. ആദ്യം കൊടുത്ത കേസിനൊരു നടപടി ഉണ്ടാവട്ടെ. അരുന്ധതി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഭാവനെ, നീ എന്റെ മകനെ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നിന്റെ ഔദാര്യം കൊണ്ട് ആ CI കേസ് ചാർജ് ചെയ്തില്ല. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചതാ ഇങ്ങനെ ഒരു മുഹൂർത്തം. അനുജനെ കൊണ്ട് നിന്റെ വീട്ടിൽ കലഹം ഉണ്ടാക്കിക്കണമെന്ന്. ഇതെന്റെ അവസരം. എടാ, അവനോ വിവരമില്ല. നീ എന്തിനാ അങ്ങനെ കാണിക്കാൻ പോയെ? ഞാൻ പിന്നെ എന്താ വേണ്ടാമേ? മായോട് മോശമായിട്ട് സംസാരിച്ച് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നടക്കണോ? ഇന്നത്തെ അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. എന്തിനാ സേതു തല്ലാൻ പോയത്? പറഞ്ഞു മനസ്സിലാക്കിയ പോരായിരുന്നോ? എടാ, ഇതൊക്കെ കൈയോടെ ചെയ്യേണ്ട കേസാണ് രമേശ. എടാ, അവനെ എത്രമാത്രം കഷ്ടപ്പെട്ടാ ഞങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് അയച്ചാൽ നിന്നോട് ഞാൻ പറഞ്ഞ ആവശ്യമുണ്ടോ? അവനാണ് എന്നെ ഇപ്പൊ തിരിച്ചു തല്ലിയിരിക്കുന്നത്, അതറിയോ? അമ്മേ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ ഉറച്ച തീരുമാനോ? സേതുവേട്ടൻ ഭരതേട്ടനുമായിട്ട് പിണങ്ങി എത്ര നാൾ കഴിയുമെന്നാ? അതൊന്നും വേണ്ടേട്ടാ. എടി, നമ്മൾ മാത്രം സഹോദര സ്നേഹം കാണിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. തിരിച്ച് നമുക്കത് കിട്ടണം. എടി, ഈ രമേശൻ കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതി പോലും അവൻ ഈ കുടുംബത്തിനോടുണ്ടോ? സഹിക്കാവുന്നതിന്റെ അപ്പുറം സഹിച്ചവനാണ് ഞാൻ. ഇപ്പൊ ഞാനിത് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ മായ തല്ലി നിൽക്കും. എന്ത് പ്രശ്നം സോൾവ് ചെയ്യാനേ മായ ശ്രമിച്ചിട്ടുള്ളൂ. അന്ന് തന്നെ ഭാവനെ സൂര്യ വിരുന്നിന് വന്ന ദിവസം ഞാനും അമ്മയും ഭരത്തിനെ തല്ലിയില്ലേ? അവൻ മദ്യപിച്ച് വന്നതിന്. അന്ന് മായനോട് ചോദിച്ചാ ഞാനോട് എന്തിനാ അവനെ തല്ലിയതെന്ന്. അത്രമാത്രം ഭരത്തിനെ സപ്പോർട്ട് ചെയ്ത അവളെയാ അവൻ അനാവശ്യം പറഞ്ഞത്. ഇന്നത്തോടെ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ അത് തന്നെ അങ്ങ് നടക്കട്ടെ. നേരത്തെ മായം പറയുന്ന കേട്ടോ അവൾ എന്തോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും എത്രയും വേഗം വേണം. കാരണം നിങ്ങളുടെ ഒക്കെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എനിക്ക് ചിലതൊക്കെ തീരുമാനിക്കാൻ. ഇതിപ്പോ ഞാൻ മാത്രം എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? മക്കൾക്ക് എല്ലാവർക്കും അവരവരുടേതായ തീരുമാനം എടുക്കാമെങ്കിൽ എനിക്കും ആവാം. അണ്ണാ, ഈ സംസാരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകൂ. വിട്ടേക്കണ്ണ. വേണ്ട രമേശ, അവനെ തടയണ്ട. എന്താന്ന് വെച്ചാൽ അവരൊക്കെ ആവട്ടെ. എക്സ്ക്യൂസ് മീ.
എന്താ സേതു, നീ വീണ്ടും പഴയതുപോലെ ആയോ? എന്താ സാറേ? വീട് കയറി തല്ലുണ്ടാക്കാൻ നിനക്ക് ആരാ അധികാരം തന്നെ? മേഡം, സേതു വീട് കയറി തല്ലുണ്ടാക്കുന്ന പരാതി കിട്ടിയിട്ടാ ഞാൻ വന്നേ. സേതുവിനെ അറസ്റ്റ് ചെയ്യാൻ. എന്താ സേതു, നിനക്കൊല്ലം പറയാനുണ്ടോ? സാർ, എന്റെ ഭാര്യ ആരെല്ലാം അനാവശ്യം പറഞ്ഞ് ഞാൻ തല്ലും. അങ്ങനെയാണോ? പക്ഷേ പരാതി ഇട്ടിരിക്കുന്ന അങ്ങനെയല്ലല്ലോ. സർ, ആരാ സർ പരാതി തന്നിരിക്കുന്നത്? രണ്ടുപേരാണ്. ഒന്ന് ഭരതും മറ്റൊന്ന് അനിരുദ്ധനും. എന്താ ചെയ്തു ഇത്? ഈ അനിരുദ്ധനല്ലേ ഭാമയെ കൊല്ലാൻ നോക്കിയതും ഭാവനെ അപകടപ്പെടുത്തിയതിനും കസ്റ്റഡിയിലായിട്ടുള്ളത്? പിന്നെങ്ങനാ അയാളോട്ട് ഭരത് കമ്പനിയായത്? അവനോട് തന്നെ ചോദിക്കണം സാറേ. ഇപ്പൊ അവൻ അവരുടെ ഭാഗത്താ. എന്തായാലും കൊള്ളാം. ഇതൊക്കെ ഭാവനക്കറിയാമോ? ഇല്ല സർ, അവളറിഞ്ഞ ഒരുപാട് വിഷമിക്കും. എന്തായാലും എനിക്ക് സേതുവിനെ കസ്റ്റഡിയിൽ എടുത്തല്ലേ പറ്റൂ. അങ്ങനെയുള്ള പരാതിയാണ് ഭരത് തന്നിരിക്കുന്നത്. സർ, എന്താ സർ പരാതിയിലുള്ളത്? സേതു പല പ്രാവശ്യമായി ഭരത്തിനെ അപായപ്പെടുത്താനും കൊല്ലാനും നോക്കിയതിന്റെ പേരിലാണ് ഈ വീട് വിട്ടു പോകേണ്ടി വന്നതെന്നും ഇപ്പോ മദ്യപിച്ച് ഭരത്തിന്റെ ഭാര്യ വീട്ടിൽ പോയി സേതു ഭരത്തിനെ കൊല്ലാൻ നോക്കിയെന്നാണ് പരാതി തന്നിരിക്കുന്നത്. പിടിച്ചു മാറ്റാൻ പോയ അനിരുദ്ധനെയും ഈ സേതു മർദ്ദിച്ചുവെന്നാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. സർ, ഈ പറഞ്ഞൊക്കെ കള്ളമാണ് സർ. സേതുണ്ണൻ ഇപ്പൊ മദ്യപിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പാർട്ട് സേതുവിന്റെ ഭാഗം ക്ലിയർ ആക്കാം. പക്ഷേ വീട് കയറിയുള്ള കൊലപാതക ശ്രമം അത് നിസ്സാര കേസല്ല. സാക്ഷി അമ്പാലികയാണ്. സർ, എല്ലാരും കൂടി കരുതിക്കുട്ടിയുള്ള ചതിയാ സർ. ഭരത് ഫോണിലൂടെ മായെടുത്ത് മോശമായിട്ട് സംസാരിച്ചത് ചോദിക്കാൻ വേണ്ടിട്ടാ സേതു പോയത്. അങ്ങനെയാണെങ്കിൽ മായ ഒരു പരാതി തന്നാൽ നന്നായിരിക്കും. വേണ്ട സർ, എനിക്കൊരു പരാതി ആരോടും പറയാനില്ല. ഇതിന്റെ പേരിൽ സേതോട്ടിനെ ഉപദ്രവിക്കരുത്. എന്തായാലും ഇത് സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ട് ഞാനൊരു അവസരം തരാം. പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ ആലോചിക്ക്. മാഡം, ഭാവനയോടൊന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. അതുവരെ എഫ്ഐആർ ഇടുന്നില്ല. ശരി സർ. ഒരു ടൈം വരെ ഞാൻ നോക്കൂ, അല്ലെങ്കിൽ എനിക്ക് എഫ്ഐആർ ഇടേണ്ടി വരും. സേതു വാ. മക്കളെ, സേതുട്ടാ, സേതു സേതുട്ടാ. സാർ, കേറ്. അവസാനം സ്വന്തം അനിയൻ തന്നെ ഏട്ടനെതിരെ കേസ് കൊടുത്തു. ഇതിനപ്പുറം ഇവിടെ എന്താ ഈശ്വര നടക്കാനുള്ളത്? അയ്യോ. മാനസ, ഞാൻ അയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ എവിടെയാണെന്ന് എനിക്കറിയില്ല. അയാളാണ് ഭാവന, അച്ഛന്റെ ദുബായിലുള്ള ഏക മലയാളി ഫ്രണ്ട്. ചിലപ്പോ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാവും. പിന്നെ അയാൾ എന്തിനാ എന്നെ സൂര്യൻ കണ്ടപ്പോ ഒന്ന് പരിങ്ങിയത്? പെട്ടെന്ന് അയാൾ പോവുകയും ചെയ്തു.
അയാൾ എന്തോ ഞങ്ങളിൽ നിന്നും ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല ഭാവന. മണി ശർമ്മ അങ്കിൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. ആരോടും അധികം സംസാരിക്കാറൊന്നുമില്ല. എന്തായാലും ഒരു ചുറ്റിക്കളി എനിക്ക് തോന്നി മനസ്സാ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഈശ്വര, മണി ശർമ്മ എന്തിനാവും വീണ്ടും വന്നത്? ആന്റിയുടെ ഒപ്പം വാങ്ങിച്ചോണ്ട് പോയതാണല്ലോ. ഇനി എന്തെങ്കിലും കുരുക്കൊപ്പിച്ചോണ്ട് വന്നതായിരിക്കോ? മനസ്സാ, നീ എന്താ ഈ ആലോചിക്കുന്നത്? അത് അയാളെ കുറിച്ച് തന്നെയാ ഭാവന. എന്തിനാവും അയാള് വന്നതെന്ന് ഞാനും ആലോചിക്കുന്നേ. എന്തായാലും നീ നിന്റെ അച്ഛനോടും അമ്മയോടും ഒന്ന് വിളിച്ച് സംസാരിക്കും. അയാൾ എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളല്ല, അത് ഉറപ്പാ. ശരി ഭാവന, ഞാൻ വിളിച്ച് ചോദിക്കാം. എന്നാ ഞാനൊന്ന് സ്വാമിജിയെ കണ്ടിട്ട് വരാം. ആ